പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ ഇല്ലിക്കൽ കല്ല് കാണാൻ വന്നേക്കുവാണ്. അപ്പോൾ 8 മണി കഴിയാതെ ഈ ഗേറ്റ് തുറക്കുകയില്ല. നമ്മൾ അതിരാവിലെ ഇവിടെ വന്നു. വേണമെങ്കിൽ വണ്ടി സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗേറ്റിന്റെ ഇടവഴി കിടന്നിട്ട് മുകളിലോട്ട് നടക്കാവുന്നതാണ്. പക്ഷെ അങ്ങ് ദൂരെ കാണുന്ന മലയില്ലേ, ആ മല വരെ നമുക്ക് നടക്കാനുണ്ട്. എന്നാലേ പ്രോപ്പർ ആയിട്ടുള്ള ഇല്ലിക്കൽ കല്ല് വ്യൂ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ആൾക്കാരൊക്കെ അതിരാവിലെ ഇല്ലിക്കൽ കല്ല് കാണാൻ വന്നേക്കുന്നവരാണ്. ഇത് ഇല്ലിക്കൽ കല്ലിന്റെ ഫ്രണ്ട് സൈഡ് വ്യൂ ആണ് നമ്മളിപ്പോ കാണാൻ വന്നേക്കുന്നത്. ഇതിന് ബാക്ക് സൈഡ് വ്യൂ ഉണ്ട്. അവിടെ ഇതുപോലെ ഗേറ്റും കാര്യങ്ങളൊന്നുമില്ല. വെളുപ്പിന് 4:30 മുതൽ അവിടെ എൻട്രി ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. എന്തായാലും ഇപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂ കണ്ടിട്ട് വരാം. അങ്ങനെ ഒരു 8:15 ഗേറ്റ് ഒക്കെ തുറന്നു. നമ്മൾ ഇല്ലിക്കൽ കല്ലിന്റെ താഴെ പാർക്കിംഗ് ഏരിയയിൽ, അതായത് നമ്മുടെ വാഹനങ്ങൾ ഇവിടെ വരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. പോരാത്തതിന് ഈ റോഡ് സൈഡിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ ഇല്ലിക്കൽ കല്ലിന്റെ എത്തിയേക്കുവാണ്. അപ്പൊ നമ്മൾ നേരെ നടന്നു കയറുന്ന ഈ ഒരു കടയുണ്ട്. ഈ കട പണ്ട് പട്ടിലൊക്കെ അടിച്ച് അടിപൊളിയായിരുന്നു. ഈ ഒരു അറ്റ്മോസ്ഫിയറിന് ചേരുന്ന ഒരു സ്ട്രക്ചർ ആയിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊ മഴവില്ലിന്റെ കളറൊക്കെ കൊടുത്തിട്ട് അതാകെ ഒരു കുളമാക്കി വെച്ചിട്ടുണ്ട്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ തൊട്ട് മുകളിലാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഈ ഇല്ലിക്കൽ കല്ലിന് തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസ്, അങ്ങോട്ടുള്ള ദൂരമൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അഡൽറ്റിന് 30 രൂപയും ചിൽഡ്രൻസിന് 15 രൂപയാണ് ചാർജ്. ജീപ്പിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. പക്ഷെ വലിയ പൈസയൊന്നുമില്ല, ആകെ 100 രൂപ താഴെ ഉള്ളൂ. എല്ലാം കൂടെ കൂടി 100 രൂപ താഴെ വരത്തുള്ളൂ. പിന്നെ ഈ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ഇത് ഈ ഒരു ചെക്ക് പോസ്റ്റ്, അതായത് ഇല്ലിക്കൽ കല്ലിലോട്ട് നമ്മൾ കയറുന്നതിന്റെ എൻട്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യൂ ആണ്. അതിമനോഹരമാണ് ആ ഒരു വ്യൂ. പിന്നെ ഏതൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകുമ്പോഴും ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. അപ്പോ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മീനിച്ചിലാറ് ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നുമാണ്. അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെയാണ് ഈ ഇല്ലിക്കൽ കല്ലിനുള്ളത്. ഇല്ലിക്കൽ മല എന്ന് പറഞ്ഞ മറ്റൊരു പേര് കൂടി ഇല്ലിക്കൽ കല്ലിനുണ്ട്. പിന്നെ ഇവിടെ വരുന്ന കുറച്ചധികം ആൾക്കാരും ജീപ്പ് എടുത്താണ് പോവുക. പക്ഷെ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ജീപ്പ് എടുത്ത് പോകരുത്, നടന്നു തന്നെ പോകണം. കാരണം ജീപ്പിൽ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഭംഗി, ഒരു ആസ്വാദനമൊക്കെ കിട്ടുക നടന്നു പോകുമ്പോഴാണ്. ജീപ്പ് എടുത്ത് പോകുന്നവര് ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്ലാൻ ചെയ്ത് വരുന്നവരായിരിക്കും. തൊട്ടടുത്ത് ഇലവീഴ, പൂഞ്ചിറയുണ്ട്, വാഗമണ്ണുണ്ട്, വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്നവരാണ് ഈ ജീപ്പ് എടുത്തിട്ട് വളരെ പെട്ടെന്ന് കണ്ടു തീർത്ത് പോകുന്നത്. ഇതുപോലെ കുറെ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് അടുത്ത് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ മേഘം വന്ന് അങ്ങനെ പൊതിയുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും ചില സമയത്ത്. ഈ സമയത്തില്ല. ഇപ്പൊ നമ്മൾ രാവിലെ ഒരു 10 മണി 10:30 ആയപ്പോഴാണ് ഇപ്പൊ കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സെറ്റിൽമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മേഘം അങ്ങോട്ട് വന്ന് മൂടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫീല് ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള എൻട്രി അവര് റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് നമ്മളെ കടത്തി വിടത്തില്ല. അഥവാ ഇടിമിന്നലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയും കടത്തി വിടത്തില്ല, ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡിലും കടത്തി വിടത്തില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ആ മലയുടെ തൊട്ടടിയിൽ കൊണ്ടുപോയിട്ട വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. പക്ഷെ ആ ഗ്രൗണ്ടും ആ പാർക്കിംഗ് ഗ്രൗണ്ടും ആ മലയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. മുകളിൽ കട നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവർക്ക് അവരുടെ പ്രൈവറ്റ് വാഹനം മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ആ പോയ ഓട്ടോറിക്ഷ മുകളിൽ കട നടത്തുന്ന ഒരു ചേട്ടന്റെയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ഇന്നൊരു ഹോളിഡേ ദിവസമാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ടാവും. നടക്കാനും ഒരുപാട് പേരുണ്ടാവും. ജീപ്പിലൊക്കെ പോകാനായിട്ടും ഒരുപാട് പേരുണ്ടാവും. ഹോളിഡേ അല്ലാത്ത ദിവസങ്ങളിൽ വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ്. ഭയങ്കര ഒരു നിശബ്ദതയില്ലേ, അങ്ങനത്തെയാണ്. ഭയങ്കര നിശബ്ദതയാണ് അവിടെ. ഇപ്പൊ ഈ ജീപ്പിന്റെ സൗണ്ടൊക്കെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. പക്ഷെ അതുപോലും ഉണ്ടാവില്ല ഹോളിഡേ അല്ലാത്ത ദിവസങ്ങളിൽ വരുമ്പോൾ.
മലയ്ക്ക് ചുറ്റും വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡ്. നമ്മൾ ഈ ഹൈ റേഞ്ച് റോഡ്, ചുരം റോഡുകളൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അതിലെ വല്ലപ്പോഴും പോകുന്ന ജീപ്പുകൾ. പിന്നെ ഒരു സൈഡിൽ, മലയുടെ ഒരു സൈഡിൽ ഭയങ്കര കൊക്കയാണ്. അപ്പോൾ അവിടെ നിന്ന് അതിമനോഹരമായിട്ട് മഞ്ഞ് ഇങ്ങനെ ഐസ്ക്രീം, കോൺ ഐസ്ക്രീമിലൊക്കെ, ഈ കോണിലൊക്കെ ഐസ്ക്രീം നിറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുകയല്ലേ, അതുപോലെ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫീലിംഗ്. അത് എപ്പോഴും ഉണ്ടാവില്ല, അതൊക്കെ റെയറാണ്. മഴക്കാലത്തൊക്കെ കുറച്ചധികം ഉണ്ടാവും. അത് ഒരു മഴ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു മഞ്ഞ് പോകുന്ന പോലത്തെ സിറ്റുവേഷൻ. അത് മഴക്കാലത്താണ് കൂടുതൽ. അപ്പോൾ ആ സമയത്ത് ഇവിടെ നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ച് കുന്നൊക്കെ കയറിയിട്ട് കുറച്ച് മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ താഴോട്ട് നോക്കിയാൽ കാണാം, താഴെ ഒരു വലിയ കൊക്ക പോലെ ആയിട്ടുണ്ട്. നമ്മൾ കുറെ കുന്ന് കയറി വന്നല്ലോ. അപ്പോൾ അവിടെയൊക്കെ മഞ്ഞിങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെ മെല്ലെ. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ദൂരെ കാണുന്ന ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞങ്ങ് നിറയും. ശരിക്കും ഈ റോഡിലൂടെ തന്നെ നടന്നു പോകണം എന്നില്ല. നമുക്ക് നേരെ ക്രോസ് കട്ട് ചെയ്യാം. അതായത് ഈ റോഡ് നേരെ പോകല്ലേ, മലക്കട ഇടയ്ക്കിടെ ഇങ്ങനെ കയറി കയറി ഓരോ അടുത്ത റോഡിലോട്ട് കട്ട് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഈ കാണുന്ന അത്രയും, ഇപ്പം റോഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുണ്ട്, നടക്കാൻ നല്ല രസമുണ്ട്. അതുപോലെ ഒന്നും ആവില്ല നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. നല്ല കുന്നായിരിക്കും, നല്ല പാറയുണ്ടാവും. പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും വഴുക്കി വീഴുകയില്ല. ശ്രദ്ധിച്ച് നടന്നാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നടന്ന് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. വലിയ പാറയുടെ നടുവശം തുറന്നിട്ടാണ് ഈ ഒരു ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു വളവിലാണ്. നമ്മളിങ്ങനെ വളവ് തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മുൻപിലോട്ട് ഇങ്ങനെ തിളങ്ങി വരുന്നത് ഈ രണ്ട് സൈഡിലും പടുകൂറ്റനായിട്ടുള്ള പാറയുടെ പീസുകളാണ്. അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. നമുക്ക് ഇതിന്റെ മേളിൽ കയറാൻ പറ്റുമേ. നമ്മൾ ആ പാറയുടെ മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വളവില് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു പാറയാണ്. ഇത് പൊട്ടിച്ചിട്ടാണ് ഒരു നടുക്കട റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ പാറയുടെ ഒരു സൈഡിൽ കയറി നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ അത്രയും കിടുക്കാച്ച വ്യൂ ആയിരിക്കും. പാറയുടെ തുഞ്ചത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ വയറിന് നല്ല ആന്തലുണ്ട്. കാരണം ചെറുതായിട്ടൊക്കെ ഒന്ന് കാല് തെറ്റി താഴോട്ടങ്ങ് പോകും. അത്രയും ഹൈറ്റിലാണിത്. നമ്മൾ നിൽക്കുന്ന പാറയുടെ തൊട്ട് താഴേക്കട റോഡാണ്. ആ റോഡിൽ കൂടെ ആൾക്കാർ നടന്നു വരുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് പൊട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത്യാവശ്യം നല്ല ഹൈറ്റ് ഈ പാറയ്ക്കുണ്ട്. ദൂരേക്കടെ ഒരു ഐസ്ക്രീം വണ്ടി കയറി വരുന്നുണ്ട്. നമ്മൾ ഈ ഇല്ലിക്കൽ കല്ലിന്റെ ഏറ്റവും ടോപ്പിലോട്ട് എത്തുന്നതിന് തൊട്ട് താഴെ ഒരു ഐസ്ക്രീമിന്റെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്കുള്ള വണ്ടിയാണ് ഇപ്പൊ ഈ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു പാറ കഷ്ണമാണ്. അപ്പോ
ഇതിന്റെ മേളിൽ നമുക്ക് ഇങ്ങനെ നടന്ന് താഴോട്ട് പോകാൻ പറ്റും. പക്ഷെ ചെങ്കുത്തായ ചില ഇറക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കാല് തെറ്റാതെ നോക്കിയാൽ മതി. അത് പ്രത്യേക രസമാട്ടോ, നല്ല തണുത്ത കാറ്റടിച്ച് കയറുന്നുണ്ട്. ഇത്രയും നമ്മൾ നടന്നു വന്നതല്ലേ നമ്മൾ ഇത്രയും സമയം. മാത്രമല്ല നമുക്ക് പറ്റിയൊരു മണ്ടത്തരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുപ്പി വെള്ളം പോലും എടുത്തില്ല. ഒരു കുപ്പി വെള്ളം, 1 ലിറ്റർ വെള്ളം ഒരാൾക്കെന്നുള്ള കണക്കിൽ നമ്മൾ വെള്ളം കയ്യിൽ കരുതണം. മുകളിൽ ചെന്നാൽ വെള്ളം കിട്ടും, പക്ഷേ ഈ ടിക്കറ്റ് കൗണ്ടറും ഏറ്റവും ടോപ്പും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. ഈ നടക്കുന്ന വഴികളൊക്കെ അതിൽ പെടുന്നതല്ലേ. അപ്പോൾ അവിടെ ആ ഒരു സ്പേസ് നമ്മൾ ഓവർകം ചെയ്യാനായിട്ട്, കടന്നു കയറാനായിട്ട് 1 ലിറ്റർ വെള്ളം, പിന്നെ ഒരു കപ്പലണ്ടി മുട്ടായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ കരുതണം. കാരണം നടന്നു കഴിയുമ്പോൾ നമ്മുടെ അക്കാപ്പ് തെറ്റും. ഇത് ഞാൻ നിൽക്കുന്ന പാറയുടെ ഓപ്പോസിറ്റ് സൈഡാണ്. അത് വലത്ത് സൈഡാണ്, ഓപ്പോസിറ്റ് അല്ല, വലത്ത് സൈഡ്. അവിടെ മഞ്ഞ് വന്ന് മൂടിക്കൊണ്ടിരിക്കുന്ന കണ്ടോ. അവിടെ കുറെ പിള്ളേര് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ മഞ്ഞ് വന്നങ്ങോട്ട് പൊതിയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ കുറെ ആൾക്കാർ നടന്നു വരുന്നുണ്ടെന്ന്. ആ പറഞ്ഞവരിൽ ചിലരാണ് ഈ പോകുന്നത്. അങ്ങനെ കുറെ ദൂരം നടന്ന് നമ്മൾ ഇല്ലിക്കൽ കല്ലിന്റെ വാഹനങ്ങൾ എത്തിച്ചേരുന്ന സ്ഥലം വരെ ആയിട്ടുണ്ട്. അതായത് ഈ കാണുന്ന കടയുടെ സൈഡിലാണ് ജീപ്പ് സ്റ്റാൻഡ്. താഴേന്ന് വരുന്ന ജീപ്പുകളൊക്കെ ഇവിടെ വരെ വരത്തുള്ളൂ. ഈ കടയുടെ സൈഡിൽ ഇതുപോലെ ഇവിടുത്തെ ജീപ്പ് ഡ്രൈവേഴ്സിന്റെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാട്ടുവാഴ നിൽപ്പുണ്ട്. അപ്പൊ ജസ്റ്റ് ഓടിപ്പോയിട്ട് അതൊന്ന് കണ്ടിട്ട് വരാവേ. ചുണ്ടൊക്കെ ആയിട്ടുണ്ട്, കായൊക്കെ ആയി വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. സമയമെടുക്കുമായിരിക്കും. ഇവിടെ ഒരു 3-4 കടകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ലഘുഭക്ഷണമൊക്കെ ഇവിടെ കിട്ടും. അതായത് മുട്ടയും കൊള്ളിയും, പിന്നെ ചായ, ഓംലേറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ കൂടെ വരുന്ന നമ്മുടെ കുട്ടികളെ വാശി പിടിപ്പിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്കതേ ആ മഞ്ഞിന്റെ ഇടയിൽ കൂടെ കാണുന്ന അങ്ങേയറ്റത്തെ കുന്നില്ലേ, അവിടെ വരെ നടന്നു കയറേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വെള്ളം മേടിക്കണമെങ്കിൽ ഇവിടുന്ന് വെള്ളം മേടിച്ച് കൈ വെച്ചോണം. കാരണം കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം ഷോപ്പ് കൂടെ മാത്രമേ ഉള്ളൂ. അത് വണ്ടിയിൽ ഐസ്ക്രീം വിൽക്കുന്ന ഒരു കടയാണ്. അല്ല സോറി, വണ്ടിയിൽ ഐസ്ക്രീം വിൽക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ വെള്ളം കിട്ടുകയില്ല. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെള്ളം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വേണം മുകളിലോട്ട് പോകാനായിട്ട്. കോട അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ദേ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഒരു വലിയ കോട നമ്മൾ പ്രതീക്ഷിക്കരുത്. മഴക്കാലത്ത് പൊളി വൈബാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മഴക്കാലത്ത് എപ്പോൾ വേണമെങ്കിലും കോട പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ എപ്പോൾ വേണമെന്നല്ല, എപ്പോഴും കോടയാണ്. ഒരു മഴ പെയ്ത് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പം കോട വരും. അതാണ് മഴക്കാലത്ത്. മഴക്കാലമാണ് ഇവിടെ ഏറ്റവും ഭംഗി. പക്ഷെ അതേപോലെ തന്നെ മിന്നൽ എന്ന് പറയുന്ന ഒരു അപകട സാധ്യത കൂടിയുണ്ട്. ഇവിടെ നിന്നോട്ടുള്ള വഴിയൊക്കെ കല്ല് വാങ്ങി അടിപൊളിയാക്കിയിട്ടുണ്ട്.
വിശ്രമമാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്രയും ദൂരം നമ്മൾ നടന്നു വന്നു. ഇനി നടന്നു കയറാനുള്ളത് ഇത്രയും നല്ല ഒരു റോഡോ അല്ലെങ്കിൽ ഇതുപോലെ കല്ല് പാകിയ ഒരു തറയൊന്നുമല്ല. നല്ല അടിപൊളി കുന്ന. ആ കുന്ന് കയറുന്നതിന് മുമ്പ് ഇതുപോലെ ഇവിടെ ഇരുന്ന് കുറേ സമയം വിശ്രമിക്കുന്ന അടിപൊളിയായിരിക്കും. നല്ല ദുർഘടമായ പാതയാണ്. വലിയ വലിയ കുഴികളുണ്ട് ഈ ഇറങ്ങിപ്പോകുന്നിടത്തും കയറി വരുന്നിടത്തും ഒക്കെ. ഇറങ്ങിപ്പോകാൻ ഒരു സൈഡ്, കയറി വരാൻ വേറൊരു സൈഡ്, അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ നാട്ടുകാരല്ലേ, അവരതൊന്നും നോക്കാറില്ല. പിന്നെ ഈ പിടിച്ചു കയറാൻ വെച്ചേക്കുന്ന ഈ കമ്പിയില്ലേ, ഇതൊരു അടിപൊളി സപ്പോർട്ടാ. ഇല്ലെങ്കിൽ പക്ഷെ ഇത് കമ്പിയെ പിടിച്ചിട്ട് നമ്മുടെ കാല് തെന്നിപ്പോയാൽ നമ്മൾ ഇവിടുന്ന് പോകും, നിലത്ത് വീഴും. കാരണം ഈ കമ്പി അത്ര മിനുസുള്ള കമ്പിയാ, ഒരു ഗ്രിപ്പില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ച് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. അങ്ങനെ കുറെ നേരത്തെ നടത്തത്തിന് ശേഷം നമ്മൾ ഇല്ലിക്കൽ കല്ലിന്റെ ടോപ്പിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി വന്നു കഴിഞ്ഞാൽ പരമാവധി എത്താൻ പറ്റുന്ന ടോപ്പിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഹോളിഡേ ദിവസമാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ശരിക്കും ആ ഒരു ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന്റെ മുൻപിൽ കുറച്ച് സമയം നിൽക്കാനും ഇതിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഫോട്ടോ എടുക്കാനും ഒക്കെ ഈ ഹോളിഡേ ഡേയ്സിലൊക്കെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഈ ഒരു കല്ലിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഫോട്ടോ എടുക്കണം എന്ന ആഗ്രഹത്തിൽ വന്നേക്കുന്നവരാണ്. അതുപോലെ ഈ കല്ലിന്റെ, അതായത് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കല്ലിന്റെ മുകളിൽ ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ ഇതിന്റെ മേളിൽ ആൾക്കാരുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. അപ്പൊ ഈ ഒരു കല്ലിന്റെ മുകളിലേക്ക് നമുക്ക് കയറണമെങ്കിൽ, ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന കല്ലിന്റെ മുകളിലേക്ക് നമുക്ക് കയറണമെങ്കിൽ ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡ് വഴി ഒരു വഴിയുണ്ട്. അതിലെ ചെന്നാലാണ് ഇപ്പൊ അവിടെ പുട്ടുപോലെ ആൾക്കാർ നിൽക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഇല്ലിക്കൽ കല്ലിന്റെ മുകളിലേക്ക് ആ കാണുന്ന അവരൊക്കെ നിൽക്കുന്ന സ്ഥലത്തോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ 4:30 മുതൽ, വെളുപ്പിനെ 4:30 മുതൽ ആ ഒരു ഏരിയയിലോട്ട് എൻട്രി ഉണ്ട്. അപ്പോൾ ഇല്ലിക്കൽ കല്ലിന്റെ ഫ്രണ്ട് സൈഡ് വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലിക്കൽ കല്ലിന്റെ ഏറ്റവും ടോപ്പിൽ കയറുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിന്റെ മുകളിൽ കയറുന്ന വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടേക്കുന്നത് ഇല്ലിക്കൽ കല്ലിന്റെ ഫ്രണ്ട് സൈഡ് വ്യൂ ആണ്.